അണ്ണനും ചേച്ചിയും കണ്ടുമുട്ടിയ കഥ പറയുന്നത്. നീ പറയൂല, എന്നൊക്കെ എനിക്കറിയാം. അയ്യോ, എന്താണെങ്കിലും കഴിക്കാനുള്ളതല്ലേ. തുപ്പല്ല് തുപ്പല്ല് ഇവൻ പറഞ്ഞു, തുപ്പല്ല് ഇതൊക്കെ അവർ കേൾക്കും. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പൊയ്ക്കോട്ടിരിക്കുന്ന സമയത്താണ് ഉള്ളു വിളിച്ചിട്ട് ബ്രേക്ക് പറയുന്നത്. അണ്ണനും ചേച്ചിയും കണ്ടുമുട്ടിയ കഥ പറയുന്നത്. ഞാൻ പറയാം, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാ. ഞാൻ പറയട്ടാ ഗൈസ്, ഞാൻ പബ്ജി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കണ്ടുമുട്ടിയല്ല, അന്നേരമാണ് ഞാൻ മറ്റേ ഈഗിളിനൊക്കെ മറ്റേ ബോട്ടിലാട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഒരു വീഡിയോ കയറി കുറച്ചങ്ങ് ക്ലിക്കായി യൂട്യൂബില്. അപ്പൊ അന്നേരം കുറെ ഇങ്ങനെ പേരിങ്ങനെ എനിക്ക് ബോട്ടിലാട്ടൊക്കെ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിങ്ങനെ എന്തുവാ മെസ്സേജ് അയക്കുമായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പൊ അതുവഴി വന്ന ഒരു ഓർഡർ ആയിട്ട് വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി എനിക്കറിയാം, ഞാൻ മണ്ടിയതാണോന്ന് വിചാരിച്ചു. ഓക്കെ. ആ ഒരു വ്യക്തി എൻ്റെ അടുത്തുനിന്ന് ബോട്ടിലാട്ട് ഒരെണ്ണം ഓർഡർ ചെയ്ത് ഞാൻ കൊടുത്ത് സംഭവമൊക്കെ സെറ്റ് കഴിഞ്ഞ്, എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ അങ്ങ് ചാറ്റിങ് തുടങ്ങി. ഓർഡർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പോയി. പിന്നെ ചാറ്റിങ് ആയി. പിന്നെ പബ്ജി കളിക്കാൻ വിളിച്ചു. ഓക്കെ, ഓർഡർ ചെയ്യുന്ന ആളാണല്ലോ, കസ്റ്റമേഴ്സിനെ നമ്മളെപ്പോഴും ഇതായിട്ട് നിർത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പുള്ളിക്കാരനായിട്ട് ഗെയിമൊക്കെ കളിച്ച് 2 ദിവസമൊക്കെ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ നിന്ന് സ്ക്വാഡായിട്ടൊക്കെ. പിന്നെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, എടി നിനക്ക് MRC ഗോകുവിനെ അറിയോ? പിന്നെ MRC ഗോകുവിനെ അറിയാതെ എന്താ? അവൻ്റെ ഭയങ്കര ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞു. ആണാ, അത് ശരി. നിനക്ക് പരിചയപ്പെടണോ വെച്ചാൽ പരിചയപ്പെട്ടാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തന്നെ, എടി നീ പെട്ടെന്ന് ലോബി പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ മറ്റേ പബ്ജി മറ്റേ KR ഉണ്ടല്ലോ, KR ഒക്കെ കളിച്ചോണ്ട് നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പൊ ഇവന്റെ പേര് എന്നാണ് KR ഗോകുവാ, കൊറിയൻ ഗോകു എന്നായിരുന്നു എന്റെ പേര്. എന്നിട്ട് ഞാൻ ലോബിയിൽ നിന്നപ്പോഴത്തേക്കും ഒരു തവളയുടെ ലുക്കുള്ള ഒരു സാധനം, അങ്ങനെയല്ല ഗൈസ്, തവളയുടെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ കൊറിയൻ ഗോകു എന്ന് പേരുണ്ട്. ഓക്കെ, ഞാൻ പേരൊന്നും നോക്കുന്നില്ല, ഒരു തവളേനെ കണ്ടു, ഓക്കെ എന്നാ കളിക്കാമെങ്കിൽ കളിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഏതൊക്കെയോ ഒരു പെൺപിള്ളേരൊക്കെ ലോബിയിൽ കൊണ്ടുവന്ന് ആ പെണ്ണൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ, അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഇവൻ മൈക്ക് ഉണക്കിയപ്പോഴത്തേക്കും ഹലോ അങ്ങനെയൊക്കെ സംസാരിച്ചേ, ഇത് ഗോകു ആണോ? ഇത് ശരിക്കും ഗോകു ആണോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി കേട്ടോ. അത് ആ ഒരു സാധനമൊക്കെ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ഇത് ശരിക്കും ഗോകുവാ അങ്ങനെ ചോദിക്കുന്ന ഒരു സാധനം. അപ്പൊ അങ്ങനെയാണ് ഇവനെ പരിചയപ്പെടുന്നത്. പിന്നെ പരിചയപ്പെട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഞാനിങ്ങനെ ഒരു ദിവസം നമ്മൾ ഗെയിം കളിച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം നമ്മുടെ മറ്റേ ഇതിൽ കിടക്കുമല്ലോ, റീസെന്റിൽ കിടക്കുമല്ലോ, ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും റീസെന്റ് ടാബിൽ കിടക്കൂലേ ഇങ്ങനെ ആൾ ഓൺലൈനാന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാനും ഇവനും കോമൺ ആയിട്ട് ഓൺലൈൻ വന്നേ. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ഞാൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കോഴിയാന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇനി ഇവൻ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കയറാം, അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ ഞാൻ നിൽക്കുക. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന അവര് വന്നു. അപ്പൊ അവര് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ലോബിയിലേക്ക് വന്ന് നമ്മൾ ഗെയിം കളിക്കുക. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ സെറ്റായേ ഗൈസ്. ഞാൻ ഇങ്ങനെ കഥ പറയാനുള്ളത് ഇങ്ങനെ കറങ്ങി പറയത്തുള്ളൂ, കുറച്ച് സമയം എടുക്കും കേട്ടാ. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച 10 മിനിറ്റ്, ചിലപ്പോൾ 1 മണിക്കൂറാവും. അങ്ങനെയായിരുന്നു സംഭവം. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കാൻ അലീറ്റ, മാളൂസ് എന്ന് പറഞ്ഞ 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ ഞാനും ഇവനും പിന്നെ 2 പെൺപിള്ളേരും, ചെറിയ പിള്ളേരാ. അപ്പൊ അവരുടെ ഗെയിമൊക്കെ കളിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ദിവസം ഈ 2 പെൺപിള്ളേരും ഞാനിവന് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര അടിയാണ് ഗെയിമിൽ ഇരുന്നിട്ട്. അപ്പൊ മീൻസ് അങ്ങനെ അടിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു. ആൾസോ ഗെയിമർ, താങ്ക് യു സോ മച്ച് ഫോർ 500 കിക്ക് പോയിന്റ്സ് ഗൈസ്. ആൾസോ ഗെയിമർ കിക്കില് തുടങ്ങിയിട്ടുണ്ട് ലൈവ്. നമ്മുടെ പണ്ടത്തെ ഒരു RP കിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. ഓക്കെ, പറഞ്ഞു. അപ്പൊ ഈ 2 പെൺപിള്ളേരും പറയാ, എന്തുവാ ഈ ചേച്ചിയും ചേട്ടനും എപ്പോഴും ഭയങ്കര അടിയാണല്ലോ, എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും സെറ്റ് ആവുന്ന തോന്നിയെന്ന് പറഞ്ഞു. ഈ കൊച്ചത് പറഞ്ഞതും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ആ ഒരു ഇതായി. പക്ഷെ എന്നാലും എൻ്റെ ആ ബോട്ടിൽ വാങ്ങിച്ച ആ പുള്ളി ഉണ്ടല്ലോ, അതായത് ഇവനെ പരിചയപ്പെടുത്തി തന്ന ലോബിയിൽ ആ പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു,
എടി നീ നിനക്ക് എന്തോ ഇല്ലടി ഗോകുവിനോട്, നിനക്ക് ആ എന്തുവാ അവനോടുള്ള നിന്റെ സംസാരവും നിന്റെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് എന്തോ ഇല്ലടി. അപ്പം ഞാൻ പറഞ്ഞു അതുവരെ എനിക്കൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ എന്തൊക്കെയൊക്കെയോ തോന്നി. അപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു "നീ ചുമ്മാ അനാവശ്യം പറയില്ല, ഞാൻ ഗോകുവിനോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ്". അതുവരെ ഇവൻ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ലായിരുന്നേ. അപ്പം ഞാൻ ചോദിച്ചു "ഗോകു ഒക്കെ കമ്മിറ്റഡ് ആയിരിക്കും, നിങ്ങൾ എന്തീ പറയുന്നേ?" പറഞ്ഞു അവൻ കമ്മിറ്റഡ് ആയിരുന്നു, പക്ഷെ ബ്രേക്കപ്പ് ആയി. ബ്രേക്കപ്പ് ആയ ഓക്കെ. അങ്ങനെ അങ്ങനെ ഞാൻ ഞാനാണെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടാണ് അതിന് ശേഷമാണ് ഇവിടെ പരിചയപ്പെടുന്നത്. അതെ 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 ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് പരിചയം. ഞാനും ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഇവനെ പരിചയപ്പെടുന്നത്. എന്നിട്ട് അങ്ങനെ അങ്ങനെ വന്ന് വന്ന് ഞാനിവനും പിന്നെ പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു ഇങ്ങനെ ആ അങ്ങനെ ഉള്ളൊരു നീ വ്യക്തി. പറയൂല എന്നൊക്കെ എനിക്കറിയാം. അയ്യോ നീ പറയണ്ട എനിക്കറിയാം. ഞാൻ പേര് പറഞ്ഞില്ല, ഞാൻ ടോന്നാ പറഞ്ഞോളൂ. ഓക്കെ. കഴിച്ച ആ ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ ഗോകു ഇങ്ങനെ ഇന്ന പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ എനിക്കെന്തോ താങ്കളോട് എന്തോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ അതായത് ഈ പുള്ളിക്കാരൻ ഇവനാണെങ്കിൽ പറഞ്ഞു അവ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ അത് കുഴപ്പമില്ല വിട്ടേക്ക്, അത് ഇതാന്നൊക്കെ പറഞ്ഞ ഓക്കെ. പക്ഷെ ഇവനോട് ചാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇവന്റെ ചാറ്റിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ മറ്റേ ഹിന്റ് കിട്ടും. ഞാൻ ഇവനോട് ചാറ്റ് ചെയ്യുമ്പോൾ ഇവനും എന്തൊക്കെയോ ഹിന്റ് കിട്ടും. ഞാൻ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും അറിയാം നമുക്ക് രണ്ടുപേർക്കും എന്തോ സാധനം ഉണ്ട്, പക്ഷെ നമ്മൾ രണ്ടുപേരും ഇഷ്ടമുണ്ടെന്ന് പറ. ഒരു ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ നമ്മൾ രണ്ടുപേരും പറയില്ല, നമ്മൾ തുറന്നു പറയില്ലേ. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്തൊരു സാധനം ഉണ്ടെന്ന്. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുണ്ടെന്ന്. എന്നിട്ട് എന്തായിരുന്നു എനിക്ക് എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവൻ്റെ അടുത്ത് ചോദിച്ചു അതെ നിങ്ങൾ ഈ തിരുവനന്തപുരത്ത്, ഞാൻ എറണാകുളത്താട്ടാ, ഞാൻ ഈ തിരുവനന്തപുരം സദ്യ ഒക്കെ കിടിലാണല്ലേ ഗൈസ് ഒന്ന് അല്ലേ, നിങ്ങളുടെ തിരുവനന്തപുരത്തെ സദ്യ ഒക്കെ അടിപൊളിയായിരിക്കും അല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, ഞാൻ സദ്യയിൽ അച്ചാറ് മാത്രമേ കഴിക്കാറുള്ളൂ, വേറെ ഒന്നും കഴിക്കാറില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് അവന് ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ട് അവൻ ആകെ കഴിക്കുന്ന അച്ചാറിലുള്ള വെജിറ്റബിൾ മാത്രമേ കഴിക്കുള്ളൂ, അങ്ങനെ പറഞ്ഞു. ഓക്കെ. അപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞു ഇനി എന്താണെങ്കിലും കഴിക്കാനുള്ളതല്ലേ. തുപ്പല്ലേ 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 ഇവൻ പറഞ്ഞു ഇനി എന്തായാലും കഴിക്കാനുള്ളതല്ലേ. തുപ്പല്ലേ പ്ലീസ് ഏ? തുപ്പല്ലേ തുപ്പല്ലേ തുപ്പല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കഴിക്കാനുള്ളതാ. അവന് എന്തായാലും എന്റെ കല്യാണത്തിന് നീ വരുമല്ലോ, അപ്പൊ എന്തായാലും നിനക്ക് കഴിക്കാനുള്ളതല്ലേ പറഞ്ഞു. അങ്ങനെ പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ലോ, വേറെന്തൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു, വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു ഇതേപോലെ നീ പറഞ്ഞ പറ എന്നോട് പറ. എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു സാധനം പറഞ്ഞ് പിന്നെ അച്ചാറല്ലടാ പൊട്ട, സദ്യ 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 അത് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഗോകുനെ കല്യാണം കഴിക്കുന്ന കൊച്ചൊക്കെ ഭയങ്കര ലക്കി ആയിരിക്കും, അച്ചാറ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഗോകുന് വലിയ കറിയൊന്നും വലുതായിട്ട് വേണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. എന്താ എന്ത് ഗോകുനെ കെട്ടുന്ന ആള് ഭാഗ്യവതിയാ, അച്ചാറ് മാത്രം അച്ചാറ് മാത്രം ഉണ്ടാക്കിയാ പോരെ, മറ്റേ ലാവിഷായിട്ട് കറി ലവ് സ്റ്റോറി. 2021 ഓക്കെ. എന്നിട്ട് അത് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പത്തേക്കും അതെ. അപ്പൊ ഇവനോട് ചോദിക്കാം നിനക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയോ, പട്ടത്തേക്ക് നിനക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയോ, ഞാൻ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. അതുവരെ ഞങ്ങള് ഇത്രയൊക്കെ നടക്കുമ്പോഴുണ്ടല്ലോ കഴിച്ച് ഞങ്ങള് മറ്റേ വാട്സപ്പിലൊന്നും നമ്മള് നമ്പർ പോലും കൈമാറിയിട്ടില്ല കേട്ടാ. ഞാനാണെങ്കിൽ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലേ, ഇവ എന്നോട് നമ്പറേ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ സംസാരിക്കുന്നത് ഇൻസ്റ്റഗ്രാമില്. അത് ഞാനൊരു മെസ്സേജ് ഇട്ടാവും 10 വർഷം കഴിഞ്ഞായിരിക്കും കാണുന്നത്. അങ്ങനെ ഞാൻ ഒരു സ്റ്റോറി എന്തോ ഇവനെ ഇട്ടപ്പോഴാണ്, മെൻഷൻ ചെയ്തപ്പോഴാണ് ഇവൻ എൻ്റെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി കാണുന്നത്. എന്നിട്ട് ഞാൻ ഇവൻ എന്ത് പൊട്ടനാണ്, ഇവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷെ ആ സ്റ്റോറി കണ്ട്, അതുകൊണ്ട് ഭാഗ്യമായി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ചോദിക്കാത്തതാണ് അവന്റെ നമ്പർ. ഞാൻ ഗൈസ് എന്നിട്ടുണ്ടല്ലോ സംഭവം എന്താണെന്ന് വെച്ചാൽ കുറെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് പോയപ്പോൾ എനിക്ക് ഇവനാണെങ്കിൽ നന്മ വരും, എന്തൊരു കിടിലും ചെറുക്കൻ. സാധാരണ ആരെങ്കിലും ഇങ്ങനെ ഗെയിം വഴിയൊക്കെ പരിചയപ്പെട്ട് അടുത്ത ദിവസം നിന്റെ നമ്പർ തന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അവനോട് ചോദിച്ചു
നിങ്ങളൊരു കിടിലൻ മനുഷ്യനാട്ടാ. ഞാൻ ഏതൊക്കെ ചെറുക്കന്മാരുമായിട്ട് ഇങ്ങനെ പബ്ജി ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നേ വരെ എൻ്റെ നമ്പർ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ തന്നെ ഈ തെണ്ടി എന്നോട് പറയാ ആണാ അന്ന് അതങ്ങ് മാറ്റിക്കാ നമ്പർ നേരെ അങ്ങനെ പറഞ്ഞ് എന്നിട്ട് നമ്പറാ അങ്ങനെയായി. എന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തേ. നമ്പർ കൊടുക്കേണ്ട താമസം അപ്പൊ തന്നെ എനിക്ക് വാട്സപ്പിൽ ഹായ് അങ്ങനെ എന്തോ പറഞ്ഞൊരു മെസ്സേജും വന്ന് ഇട്ട് ഹോയ് എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് അങ്ങനെ ഇട്ടിട്ടാ. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവനും കൂടെ മെസ്സേജ് ഒക്കെ അയച്ചു. അതുകൊണ്ട് മെസ്സേജ് അയക്കായിരുന്ന ഗൈസ് ഒരു ദിവസത്തിന്റെ 3/4 മെസ്സേജിൽ തന്നെ ഇരിക്കും. ഇവനാണെങ്കിൽ ഒരു സെൽഫി ഗൈസ് ഇവനാണെങ്കിൽ ഒരു സെൽഫി പോലും എടുക്കൂലാത്തവനാ. ഞാൻ ഇവനോട് ചോദിക്കും ഗോകുവിൻ്റെ ഒരു സെൽഫി ഒക്കെ അയച്ച് താ. ഞാൻ ഗോകുവിനെ ലൈവിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ എനിക്ക് സെൽഫിയൊക്കെ എന്നോട് പറയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു സെൽഫി ഇങ്ങനെ എടുത്ത് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുത്താൽ ആ ഫോട്ടോയൊക്കെ എൻ്റെ ഉള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ സെൽഫി ഒന്നും എടുക്കാറില്ല. ഞാൻ പറഞ്ഞു ഗോകു നിങ്ങൾ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടാണോ അങ്ങനെ? അവൻ എനിക്ക് ഫെയിം ഒന്നും ഇഷ്ടമേ അല്ല, എനിക്ക് പണ്ടേ ഫെയിമിനോടൊന്നും താല്പര്യം അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ചാറ്റ് ചെയ്ത് ഭയങ്കര ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പണ്ടരക്കാരനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഇവന് പറയണം എനിക്കും പറയണം. പക്ഷെ സെലിബ്രിറ്റി അല്ല, ആൾക്കാരെ അറിയുന്നതാണ് ഞാൻ അറിയപ്പെടുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടമല്ല. എന്നിട്ട് ഇവനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പറയാൻ ഭയങ്കര നാണം. ഇവനാണെങ്കിൽ ഒടുക്കത്തെ ഇൻട്രോവേർട്ടിന്റെ ഇൻട്രോവേർട്ട്. ഇവനും പറയാനില്ല ഞാനും പറയുന്നില്ല. അങ്ങനെ നിന്ന സമയത്ത് ഇവനാണെങ്കിൽ ഒരു ദിവസം എന്നോട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തോ പറഞ്ഞു വന്നപ്പോ ഞാൻ മറന്നു. എന്തായിരുന്നു അത് നീ അങ്ങ് പറയുന്ന എനിക്കാണെങ്കിൽ സ്ട്രൈറ്റ് കയറി പറയാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ എനിക്ക് നിന്നോട് ഒരു സ്പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാം. ഞാൻ പറഞ്ഞേ ഇവനാണെങ്കിൽ എന്തോ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഭയങ്കര സ്റ്റിക്കർ ആയിപ്പോണ് കേട്ടോ. അങ്ങനെ സ്റ്റിക്കർ ഇട്ട് ഇതായപ്പോഴത്തേക്കുണ്ടല്ലോ ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ ഒരു കാര്യം ഞാൻ അങ്ങ് പറയാം. എന്താ ഗോകു പറയുന്നേ? അതെ എടി അത് എന്താ വെച്ചാൽ ലൈക്ക് നീയായിട്ട് നമ്മൾ ഇത്രയൊക്കെ ഇതായല്ലോ, അങ്ങനെ എന്തായി? അല്ല നമ്മളിങ്ങനെയൊക്കെ സംസാരിച്ച് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയല്ലോ. ആയി. അതുകൊണ്ട് അല്ല അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഗേൾസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഗെയിമൊന്നും കളിക്കാനൊന്നും പോവാറില്ല. പിന്നെ കളിക്കുന്ന നീയും പിന്നെ 2 ചെറിയ പെൺപിള്ളേരുടെ കൂടെയാണ് കളിക്കാറുള്ളൂ. അപ്പൊ നിന്റെ കൂടെ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് സംസാരിച്ചൊക്കെ വന്ന സമയത്ത് എന്തോ എനിക്കൊരു ഇത് വരുന്നു. എന്തിതാ വരുന്നേ? എടി ഇത്. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അത് പ്രായത്തിന്റെയാ. 21അല്ലേ? 20 അങ്ങനെ എടി അതല്ല എനിക്കാണെങ്കിൽ നിന്റെ അടുത്ത് ഒരു സ്പാർക്ക് വരുന്നു. ഞാൻ പറഞ്ഞു സ്പാർക്ക് വരുന്നു, അത് കുഴപ്പമില്ല കുറച്ചേരം കഴിഞ്ഞ് മാറിക്കോളൂ പറഞ്ഞു. അങ്ങനെയല്ലടി എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട്, നിനക്കങ്ങ് ഇഷ്ടമാ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, നിന്റെ അടുത്ത് സംസാരിച്ച് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ തെണ്ടി പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ കേട്ടിട്ട് നീ ഇഷ്ടപ്പെട്ട ഇത് പറഞ്ഞിട്ട് ഇവള് 1-ാം തീയതി പോയിരുന്ന് ഇഷ്ടം എന്തിനാ ഇവക്ക് ഓർത്തിരിക്കെ എന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്താ ഗോകു ലൈക്ക് ചാടി കയറി അങ്ങ് റിലേഷൻഷിപ്പ് ആവുന്നതിന് മുന്നേ ലൈക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഞാൻ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുക. ലൈക്ക് അതിങ്ങനെ ഞാനാണെങ്കിൽ ലൈക്ക് ആ ഒരു ബ്രേക്കപ്പിന്റെ ഇതിലൊക്കെ മറ്റേ ആങ്സൈറ്റി ഒക്കെ കയറി നിൽക്കുമ്പോഴാണ് ഇവനെ പരിചയപ്പെട്ട് ഇവൻ്റെ ഗെയിം കളിക്കുന്നത്. ഇവൻ്റെ കൂടെ ഗെയിം കളിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കുറെ പ്രശ്നങ്ങളൊക്കെ അത് നമ്മൾ ഫ്രണ്ട്സായി നിൽക്കുന്ന സമയത്ത് കേട്ടോ കൈസ് ഇവൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ കണ്ട ആ ദിവസം തന്നെ എന്ന് വെച്ചാൽ ഇവൻ അങ്ങനെ കംഫർട്ടബിൾ ആക്കി കളഞ്ഞ് ഞാൻ ഇവൻ്റെ അടുത്ത് അങ്ങ് മീൻസ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആങ്സൈറ്റി ഭയങ്കര മീൻസ് ആ ബ്രേക്കപ്പ് മാത്രമല്ല എനിക്ക് വേറെ കുറേ ഇതുണ്ടായിരുന്നു. ഇവൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ് സീരിയസ്ലി എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടി. എന്ന് വെച്ചാൽ ഇവൻ എന്നെ അങ്ങ് കംഫർട്ടബിൾ ആക്കി എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മളങ്ങ് കേട്ടിരിക്കുന്ന ഒരാളില്ലേ അത്രയും ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഉള്ളുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തോന്നി
ഇതൊക്കെ എന്തോ അടിപൊളി മനുഷ്യനാ. ഇവനെ ആദ്യത്തെ ദിവസം തന്നെ ഇവനെ സംസാരിച്ചപ്പോൾ ഇവനെ അങ്ങ് ഫാനാക്കി കളഞ്ഞു. ഞാൻ ഓൾറെഡി ഇവൻ ഫാനായിരുന്നു. പക്ഷെ അങ്ങ് ഭയങ്കര ഒരു ഫാനാക്കി കളഞ്ഞു എന്നെ. അത്ര അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നല്ല, അടിപൊളിയാണ്. അതാണ് മെയിനായിട്ടുള്ള എനിക്ക് ഇവനോടുള്ള ആ ഒരു സാധനം വന്നത്. എന്നിട്ട് ഞാൻ ഇവൻ്റെ അടുത്തെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ഓക്ക് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിനെ പറ്റിയൊക്കെ കുറേ അറിയാനുണ്ട്. ലൈക്ക് എൻ്റെ കുറേ പാസ്റ്റും ഇതൊക്കെ ഞാൻ പറയാം. ഇത് പറഞ്ഞത് കേട്ടിട്ടൊക്കെ എന്നെ ഇതാക്കിയാൽ മതി. നമ്മൾ ഗെയിമിൽ മാത്രമേ ഇതുള്ളൂ. അതൊക്കെ കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് എല്ലാം വിളിച്ച് പറഞ്ഞ്. ഇവനാണെങ്കിൽ എല്ലാം ഇരുന്ന് കേട്ടിട്ട് ഇത്ര ഉള്ളോ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, കഴിഞ്ഞതൊന്നും നമ്മളിപ്പോൾ ആലോചിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അത് കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഉള്ള നിന്നെയാണ് ഞാൻ ലൈക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള ആ ഒരു നീ എങ്ങനെയാണോ ഞാൻ ആ ഒരു ഇതിനെയാണ് സ്നേഹിക്കുന്നത്, അല്ലാണ്ട് നിന്റെ പാസ്റ്റ് അതൊന്നും എനിക്ക് ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഫോർ മീ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അന്നൊരു കാര്യം പറയാം, അന്ന് എനിക്കിന്ന് ഇഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമെന്ന് പറയാൻ കുറച്ച് സമയം വേണം, പിന്നെ എനിക്ക് ഓർത്തിരിക്കാനൊരു സമയം വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മാർച്ച് 1 അർദ്ധരാത്രി പറയാമെന്ന്. ഞാൻ എന്നിട്ട് പിന്നെ 5 ഡയലോഗൊക്കെ അടിച്ച് ഞാൻ ഇവനോട് പറഞ്ഞു, കോക്ക് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയാം. ഇത്രയുള്ള പോയേ ഇത്രയുള്ള പറയല്ല. ഡിസംബറിൽ എൻ്റെ ഇത് എന്നുവെച്ചാൽ അതിന് മുന്നത്തത് റിലേഷൻ 4 വർഷത്തെ റിലേഷൻ ആയിരുന്നു. അപ്പൊ അത് എൻ്റെ ബന്ധുവാണെന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെയല്ല അവൻ പറഞ്ഞേ, അതിന്റെ മുറപ്പെണ്ണ്, എന്റെ മുറപ്പെണ്ണായിരുന്നു. ഞാൻ പറഞ്ഞു മുറപ്പെണ്ണായിരുന്നു പറഞ്ഞു. എന്തിനു പേടിക്കുന്ന എന്തിന് ഏട്ടാ അവര് അറിയാത്തത്. അപ്പൊ ഡിസംബറിൽ ഇത് ബ്രേക്കപ്പായി. ഞാൻ നേരെ പോയത് അതിന് കോമഡി എന്ന് പറഞ്ഞാൽ, ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പൊയ്ക്കോട്ടിരിക്കുന്ന സമയത്താണ് ഇവള് വിളിച്ചിട്ട് ബ്രേക്കപ്പ് പറയുന്നത്. അല്ല നീ അല്ല അവള്. അപ്പം മറ്റേ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട്, എടാ നീ എവിടെയാടാ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിഷമിച്ചിട്ട്, എടാ ബ്രേക്കപ്പ് ആയടാ, ബ്രേക്ക് ഡൗൺ ആയാ, എന്നാ ബൈക്ക് എടുത്താ അടുത്തുള്ള വീട്ടിൽ കണ്ട് കേട്ടിട്ട് നീ ബസ് കയറി വാ. റബലോടുണ്ട്, റബലത്ത് ചോദിച്ചു നോക്കിയാ മതി, അവൻ പറഞ്ഞതാ. എന്നിട്ട് അവൻ പോയി റബലത്ത് പറയാ, ഗോക്കു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു, അവൻ ബസ് കയറി വരുമെന്ന്. എൻ്റെ അമ്മയാണേ സത്യം. നീ റബലടുത്ത് ചോദിച്ചു നോക്ക്, റബൽ അവിടെ ഉള്ളതാ, മനസ്സിലായില്ലേ? റബൽ അവിടെ ഉള്ളതാ. പിന്നെ ഈ ഇടയ്ക്ക് മൊറോക്കോ പോയില്ലേ, അത് അവൻ്റെ ഫ്രണ്ടാണ് ഈ പറഞ്ഞത്, മനസ്സിലായില്ലേ? അല്ല എൻ്റെ ഫ്രണ്ട് തന്നെ, മറ്റേ നമ്മുടെ ട്രൂ ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ അവനുണ്ടല്ലോ പ്രണവ്, അവൻ്റെ ഫ്രണ്ട്. ഈ സത്യമായിട്ട് നടന്ന കാര്യമാണ്. അവന്മാര് വെള്ളമടിച്ച് ഇരിക്കുന്ന സമയമാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്. എന്നിട്ട് ഇവൻ വെള്ളമൊക്കെ അടിച്ച് മെഴുകിന്നാണ് ഇവൻ പറഞ്ഞത് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ്. എന്നിട്ട് കടലിലേക്കൊക്കെ മറ്റേ വീഴാൻ പോയെന്നൊക്കെ. ശരിക്കും വീഴാൻ പോയാ നീ? നമ്മള് മറ്റേ കഥയൊക്കെ പറഞ്ഞിട്ട് മറ്റേ രണ്ടടിച്ചത് കാര്യം ഞാൻ മറന്നുപോയി. എന്നിട്ട് ഇനി എല്ലാവർക്കും പോയി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചാടിയും കടിച്ച് പോയി. പക്ഷെ ഗൈസ് അത് അങ്ങനെ പറയല്, വെള്ളമടിക്കുന്നത് ദാറ്റ്സ് നോട്ട് ഗുഡ്. ഞാൻ ഇപ്പൊ വർഷങ്ങളായിട്ട് നത്തിങ്. So don't do it, it's not good for your health, okay? Don't do it. So അത് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്. അതില്ലാതെ ഒരു ജീവിതമാണ് ഏറ്റവും ബെസ്റ്റ്. നത്തിങ്, ഒന്നും വേണ്ട, അതില്ലാതെ ജീവിക്കുന്നതാണ് ബെസ്റ്റ്. നമ്മൾ നമ്മുടെ പവറിൽ ജീവിക്കണം, അത്രേ ഉള്ളൂ. സോ ഇത് കുറച്ച് പേര് എന്താണ് ഇതൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ, എന്തോ പറയുന്നത്, എനിക്ക് പറയട്ടെ. ഇവനോട് ഒന്ന് ജിമ്മിൽ പോകാൻ പറ. ഞാൻ പറഞ്ഞു മടുത്ത്. അല്ലല്ല, പിത്തക്കാടിയായി വീട്ടിൽ ഇരുന്ന് തിന്ന് ഈ ആൽക്കോളൊക്കെ വെറുതെ ഇങ്ങനെ കിടന്ന് ഒരു ഫ്രീലി ഇങ്ങനെ ഇത് എന്താണ് തമാശ രീതിയിൽ എല്ലാവരും പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് ഇത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പിള്ളേരൊക്കെ അറിയാതെ പറഞ്ഞു പോകണേണ്, മനസ്സിലായില്ല? അതിൻ്റെ ഇടയിൽ അവന്മാർ ഈ കാര്യം ഒന്നും ഓർക്കുന്നില്ല. കോക്കടിച്ചേ, താങ്ക് യു സോ മച്ച് ഫോർ ദ 100 കിക്സ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഡോണ്ട് ഡു എനിത്തിങ്, ദാറ്റ്സ് ഇറ്റ്, ഓക്കെ? സത്യം, മദ്യം വിഷം, റാഗറേ അത് കുടിക്കരുത്, സത്യം, അത്രേ ഉള്ളൂ. അപ്പം
പിത്തക്കാട് ജീവി പോകുന്ന പോണം 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 ഉടനെ Guys, പോണം. ഒന്ന് അരുൺ promote ശിവ താങ്ക് യു സോ മച്ച് 100 കിക്ക് താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ലവ് ലവ് യു ഞാൻ പോട്ടെ അല്ലെങ്കിലേ ശരിയാവില്ല. ഞാൻ ആർക്കെങ്കിലൊക്കെ റൈഡ് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് ഷോട്ട് ആകുമ്പോൾ നാളെ പക്കത്തേക്ക് ഒരു മോൾക്ക് ഉമ്മ. അപ്പോൾ ബൈ. ആർക്കെങ്കിലും റൈഡ് കൊടുക്കാവേ.